അബോർഷൻ ചെയ്ത സോളിനെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ഒരുപാട് ആളുകൾ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒരുപാട് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി, എനിക്ക് ഒരുപാട് പുതിയ നോളജും കിട്ടി. അപ്പോൾ ആ നോളജ് നിങ്ങളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം പലതും നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്താണ്? വിവാഹമോചനം അല്ലേ? ചെറുപ്പക്കാരുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. ആരെങ്കിലും എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് ആലോചിക്കണ്ട. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരു പെൺകുട്ടിയും പുരുഷനും തമ്മിൽ മിക്കവാറും പ്രേമവിവാഹങ്ങളാണ് കൂടുതൽ നടക്കുന്നത് അല്ലേ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കണ്ടിഷ്ടപ്പെട്ട് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനെയൊക്കെയാണ് കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്നത്. പക്ഷേ ആ വിവാഹങ്ങൾ പോലും ഡിവോഴ്സിലേക്ക് പോകുന്നു. ഒരു 4 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോഴേക്കും അവർ വേറെ പിരിയുന്നു. അപ്പോൾ എനിക്ക് പോലും അറിയാത്ത ഒരു രഹസ്യം വരുന്നുണ്ടാ ഇത്. ഞാൻ ഈ മഹാകാളി ഹീലിംഗ് തുടങ്ങിയ ശേഷം എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ, ആളുകൾ പറയുന്നതൊക്കെ വെച്ചിട്ട് ഞാനിത് പഠിച്ചതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ എനിക്ക് റീസെൻ്റായിട്ട് കിട്ടിയ ഒരു അറിവാണ്. കാരണം സമാനമായ കേസുകൾ ഒരുപാടെണ്ണം വന്നു എൻ്റെ അടുത്ത്. ഇതുപോലെ വിവാഹമോചനം, അതായത് ഡിവോഴ്സ് ചെയ്ത് പോകുന്ന കേസുകൾ ഞാനെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ ഒരു അബോർഷൻ നടന്നിട്ടുണ്ട്, അവരുടെ ഫാമിലിയിൽ അബോർഷൻ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ അബോർഷൻ സോൾ എന്ന് പറഞ്ഞാൽ ഒരു അക്രമകാരിയായ ഒരു ആത്മാവാണെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പ്രതികാരദാഹിയാണ്, നമ്മളതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഒരു കൊലപാതകമാണ്. കൊലപാതകം ചെയ്തെങ്കിലും ആ ശരീരം നശിച്ചു പോകുന്നു, അതിൻ്റെ ജനിക്കാനിരിക്കുന്ന ഒരു മാംസം അല്ലെങ്കിൽ ശരീരം നശിച്ചു പോവുകയും അതിൻ്റെ സോള്, ആത്മാവ്, അത് ബാധയായിട്ട് മാറുകയും ചെയ്യുന്നു. അതിഭീകരമായൊരു അവസ്ഥയാണ്. നമ്മൾ പറയുമ്പോൾ ഞാൻ ഓരോരോ കേസുകൾ കൂടുതൽ ചെയ്യുന്തോറും എനിക്കതിൻ്റെ കൂടുതൽ ഭയാനകമായൊരു മുഖമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇതുവരെ കേസ് നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഒരു അബോർഷൻ ചെയ്ത ഒരു ഫാമിലിയിൽ നിന്ന് ഉള്ള ഒരാൾ കുട്ടി വേറെ കുട്ടിയെ കല്യാണം കഴിക്കുന്നു. ഈ സോള് അറ്റാച്ച്മെൻറ്റ് ഇയാളെ പിന്തുടരുകയാണ്. അയാളെ ഒന്നാമത്തെ കാര്യം, അയാളെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല. കുറേ കഴിയുമ്പോൾ ഇവർ തമ്മിൽ രണ്ടുപേരും തമ്മിൽ വഴക്കടുപ്പിക്കുന്നു. ഒരു കാരണമില്ലാതെ ഇവർ വേറെ പിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു റീസൺ ഉണ്ടാവില്ല. റീസൺ ഇല്ല, എന്താണ് വേറെ പിരിയുന്നത്, അത് പ്രത്യേകിച്ചൊരു കാരണമില്ല. പക്ഷേ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഇവർ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ മുഖത്തോട് മുഖത്ത് നോക്കി ഇങ്ങനെ അടുത്തിങ്ങനെ വരുന്ന സമയത്ത് ഈ സോള് അവരുടെ ഇടയ്ക്ക് കയറി പ്രവർത്തിക്കുകയാണ്. ചെറിയ നിസ്സാരമായ ഒരു കാര്യത്തിന് ഇവർ വഴക്കടിക്കുന്നു. ഇവരുടെ എനർജി തമ്മിൽ മാച്ച് ആവാത്തൊരവസ്ഥ വരുന്നു. എനിക്കിത് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരാൾ നെഗറ്റീവ് എനർജിയുള്ള ഒരാൾ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഇറിറ്റേഷൻ എൻ്റെ ബോഡിയിൽ അറിയാൻ പറ്റും. എൻ്റെ ഹാർട്ട് ചക്രയിൽ, സോളാർ പ്ലെക്സിൽ, ഫേസിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. സോളാർ അറ്റാച്ച്മെൻറ്റുള്ള ആൾ വന്നാൽ എനിക്ക് തലവേദന എടുക്കും. തലയിൽ കൂടി എന്തോ കുത്തിക്കയറി കമ്പ് കുത്തിക്കയറ്റുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ വയറ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വയറിങ്ങനെ മുകളിലോട്ട് പൊന്തും. ഇങ്ങനെ ഒരു മൂവിങ് സിറ്റുവേഷൻ, ഭയങ്കര സംഭ്രമമായിരിക്കും നമുക്ക്. അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് വിളിച്ചിട്ട് സാറിനൊന്ന് കാണണം എന്ന് പറഞ്ഞ് കുറേ പേര് വിളിക്കുന്നുണ്ട്. എല്ലാവരോടും ഞാൻ പറയാറുണ്ടാണ് ഞാൻ ആരെയും കാണാറില്ലെന്ന്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ആൾക്കാരെ കാണാത്തതെന്ന്. കാരണം ഈ വരുന്ന ആളുകളിൽ ഒരു 75% ആളുകളും ഇതേപോലെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ ഞാൻ മോശക്കാരാക്കി കണ്ടുകൊണ്ടല്ല, പക്ഷേ എൻ്റെ എനർജി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഇത്തരം കേസുകൾ ചെയ്യാൻ പറ്റും. എനിക്ക് ഹീലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ എനർജി എപ്പോഴും ഹൈ ആയിരിക്കണം. അപ്പോൾ ഹൈ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഇങ്ങനെ ഒരു മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നു. ഞാൻ എൻ്റെ ബെഡ്റൂമിലിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് റൂമുണ്ട് അവിടെ വന്നിരിക്കുന്നു. ഇങ്ങനെ ഞാൻ അല്ലെങ്കിൽ കടപ്പുറത്ത് പോയിരിക്കുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിരിക്കുന്നു. അല്ലാതെ ഞാൻ വേറെ ഒരു സ്ഥലത്ത് ഞാൻ പോകാറില്ല. ഒരു ബന്ധുവിൻ്റെ വീട്ടിലോ സുഹൃത്തിൻ്റെ വീട്ടിലോ ഞാൻ പോയിട്ട് കാലങ്ങളായി ഈ മഹാകാളി ഹീലിംഗ് കിട്ടിയ ശേഷം. അപ്പോൾ ദേവിയുടെ ഒരു നിയോഗമാണ് എനിക്ക് എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ട് തന്നേക്കണം. അപ്പോൾ ഞാൻ അതുപോലെ വളരെ എൻ്റെ എനർജി കറക്റ്റാക്കി കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അബോർഷൻ ചെയ്ത സോള് നമ്മളുടെ ഈ യുവതലമുറയെ ഒരുപാട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ഈ വിവാഹമോചനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഇതുപോലെ വിവാഹമോചനങ്ങൾ നടന്നിരുന്നോ? നമ്മൾ ഫാമിലിയായിട്ട് സെറ്റ് ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെ ഇട്ട് കുറച്ചധികം അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചാൽ ചെയ്യേണ്ടി വരും, അല്ലാണ്ട് ജീവിതം മുന്നോട്ട് പോകില്ല. പക്ഷേ അങ്ങനെയായിരുന്നു നമ്മൾ പോയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആളുകൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവർ ഷോർട്ട് ടെമ്പേർഡാണ്. വെട്ടൊന്ന് മുറിയുണ്ടെന്ന് പറയുന്ന സ്വഭാവക്കാരാണ്.
എന്തുകൊണ്ട് അവരങ്ങനെ ആകുന്നു എന്നുള്ളതാണ്. അവരുടെ സ്വഭാവത്തിൽ മാത്രമല്ല, അവരുടെ ക്യാരക്ടറിൽ മാത്രമല്ല പ്രശ്നമുള്ളത്. ഇതേപോലത്തെ ബാഹ്യമായ ശക്തികൾ അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ സോൾ അറ്റാച്ച്മെൻറ്റിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ചെയ്ത ഒരുപാട് കേസുകൾ, ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ആളുകളുടെ പ്രൈവസി പല പല വിഷയങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പക്ഷേ ഇത് ഈ അബോർഷൻ ചെയ്ത സ്ത്രീകൾക്ക് ഒരു 90% സ്ത്രീകൾക്കും യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ, ബ്ലീഡിങ് കാര്യങ്ങൾ, അത്തരം വിഷയങ്ങളുണ്ട്. എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും അല്ലാത്തവർക്ക് ഉണ്ടല്ല എന്ന് പറയും. ഉണ്ട്. അത് ആ ഒരു മെനോപോസ് വരുന്ന സമയത്ത് ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അത് സ്വാഭാവികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ട്. പക്ഷേ അതിനുപരിയായിട്ട് ഇവർക്ക് അതിന് മുന്നേ തന്നെ തുടങ്ങും ഇത്തരം പ്രശ്നങ്ങൾ. പിന്നെ ഇതുപോലെ വളരെയധികം സങ്കീർണതകളും ഡിപ്രഷൻ കാര്യങ്ങൾ അതുപോലുള്ള അവസ്ഥയിലേക്കാണ് അവർ കടന്നു പോകുന്നത്. നമ്മൾ ഹീൽ ചെയ്ത് മാറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ഒരു ചെറിയ കാലയളവിൽ ഒരുപാട് പേർക്ക് ഞാനിപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത്. അനുഭവമാണ് ഗുരു. അപ്പോൾ ഇതേപോലെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കണ്ടേക്കുന്നത് ഈ അബോർഷൻ ചെയ്ത പാരൻസ്, ആ ഒരു പാരൻസിൻ്റെ മക്കൾ, അവർ ഇവരോട് പെരുമാറുന്ന രീതി, വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുക, ഇവരെ ചീത്ത വിളിക്കുക, തല്ലാൻ ചെല്ലുക, അവരെ വളരെ പീഡിപ്പിക്കുക മാനസികമായിട്ട്. അപ്പോൾ അവരെല്ലാവരും ഡിപ്രഷൻ അവസ്ഥയിലേക്കാണ് ഇരിക്കുന്നത്. ഈ അച്ഛനും അമ്മയൊക്കെ ഇരിക്കുന്നത് വളരെ ഡിപ്രസ്ഡ് സ്റ്റേറ്റിലാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാണ്ട് അവർക്ക് അറിയില്ല എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത്. ഹോസ്പിറ്റലിൽ പോകുന്നു, ചികിത്സിക്കുന്നു, മാറുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് കോളുകൾ കണ്ടമാനം വരുന്നുണ്ട്, ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ പ്രാധാന്യം ആളുകൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, ഇതുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിനകത്ത് ഇപ്പോൾ ഞാൻ കുറേ കുട്ടികൾക്ക് ഒരു ഇൻ ബിറ്റ്വീൻ ഒരു 15-20 വയസ്സ് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കുറേ പേർക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നത് അത്ഭുതമാണ്, അതിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ മാറിപ്പോകുന്നു. അതുവരെ നമ്മളോട് ഭയങ്കര ദേഷ്യത്തിൽ ചീത്ത വിളിച്ച് നടന്ന കുട്ടികളൊക്കെ പൂച്ചക്കുട്ടികളുടെ പോലെ ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഇത്രയും മാറ്റങ്ങൾ ഇവർക്ക് വരണം കേൾക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും ആധികാരികമായിട്ട് ഞാൻ സംസാരിക്കുന്നത്, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് തിരിച്ചറിവുണ്ടായാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റും. നമുക്കിത് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ മഹാകാളി ഹീലിംഗ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡെയിലി ഇപ്പോൾ ഒരു 4 കേസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ സോൾ അറ്റാച്ച്മെൻറ്റ് കേസുകൾ ദൈവയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പറ്റുന്നുണ്ട് 4 ചെയ്യാൻ. ഞാൻ ഇന്നലെ ഞാൻ 3 ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്കും വളരെ അവശരായി കടപ്പുറത്ത് പോയി കിടന്നു കുറേ നേരം. കാരണം ഇതെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു തിരിച്ചടി ഉണ്ടല്ലോ, അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ബുദ്ധിമുട്ട്. അത്രയും വിഷമിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ദേവി ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ല. ആ ദേവി എന്നെ രക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പിറ്റേ ദിവസം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, ആരോഗ്യകരമായ ഒരു പ്രശ്നങ്ങളേ ഇല്ല, ഒന്നും തന്നെ ഇല്ല. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഭയം എന്നൊരു സാധനം തോന്നുന്നേ ഇല്ല ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ഷമയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ വിശ്വാസത്തോടിയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരാൻ മഹാകാളിങ്ങിലൂടെ നമുക്ക് സാധിക്കും. യാതൊരു സംശയമില്ല. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ. നന്ദി, നമസ്കാരം.